ഹലോ നമസ്കാരം, വെൽക്കം ടു ഡേ ഡ്രീംസ്. ഇന്ന് നമ്മൾ പോകുന്നത് ഷാർജ ബുഹേറ കോർണിഷൻ്റെ അടുത്തുള്ള അൽനൂർ ഐലൻഡിലേക്കാണ് പോകുന്നത്. ഈ ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ ഐലൻഡിലേക്ക് കയറാനുള്ള എൻട്രൻസ് ആണ് ഇത്. അപ്പോൾ അവിടെ പോയാണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് റേറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എടുത്തത് 65 ദിർഹംസിൻ്റെ ടിക്കറ്റാണ്. അതിൽ ബട്ടർഫ്ലൈ ഗാർഡനും അതേപോലെ തന്നെ ഫുഡ് വൗച്ചറും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ കാണുന്നതാണ് അൽനൂർ ഐലൻഡിൻ്റെ മാപ്പ്. അപ്പോൾ ഇവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് ബട്ടർഫ്ലൈ ഹൗസിലേക്കാണ്. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബട്ടർഫ്ലൈ ഹൗസിൻ്റെ ഉൾഭാഗമാണ്. അപ്പോൾ ഇത് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ തന്നെ നമുക്ക് കുറേ ബട്ടർഫ്ലൈസ് കാണാൻ പറ്റും. ഏകദേശം 22 സ്പീഷീസ് ഉണ്ട്. പല രാജ്യങ്ങളിൽ നിന്നായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബട്ടർഫ്ലൈസ് ആണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്നതാണ് ബട്ടർഫ്ലൈൻ്റെ കൊക്കൂൺസ്. ഇത് പല രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ചേമ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇവരെ വിരിയിച്ചെടുക്കുന്നത്. ഈ ഐലൻഡിൽ കൂടുതലും ഫാമിലീസ് വരാമെന്ന് അവർക്ക് അറിയാം. അത് കാരണം തന്നെ അവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാനുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിനി കാണാൻ പോകുന്നത് പല രാജ്യത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെടികളും മരങ്ങളൊക്കെയാണ്. ഈ ഒരു ഐലൻഡിൽ ഏകദേശം ഒരു 80% ഇതേപോലെ മരങ്ങളും ചെടികളും വെച്ചിട്ട് പ്ലാൻ ചെയ്തേക്കാണ്. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് ഈ ഒരു മരം. ഇതിൻ്റെ പേരാണ് സിൽക്ക് ഫ്ലോസ് ട്രീ. ഏകദേശം 100 വർഷം പഴക്കമുണ്ട് ഈ മരത്തിന്. ഈ ഒരു ഐലൻഡ് മൊത്തത്തിലൊന്ന് കണ്ടു തീരാൻ മിനിമം ഒരു 2 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ ഞങ്ങൾ എത്തിയത് ഒരു 4 മണി ആയത് കാരണം കുഴപ്പമില്ലാത്ത നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. ഫോട്ടോഗ്രാഫിയും അതേപോലെ തന്നെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങും ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അൽനൂർ ഐലൻഡ് തന്നെയാണ്. ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നവർക്ക് വളരെയധികം എഫക്റ്റീവ് ആവും. കാരണം ഒരു സിറ്റി ലൈഫിൽ നിന്ന് മാറിയിട്ട് ഒരു കാം ആൻഡ് പീസ്ഫുൾ ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മുടെ മൂഡ് തന്നെ നന്നായിട്ടൊരു വ്യത്യാസം വരും. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത സമയത്ത് ഒരു ഫുഡ് വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർഫ്ലൈ ഹൗസിൻ്റെ അവിടെ വരെ പോകണം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു ട്രാവൽ എക്സ്പീരിയൻസുമായി ഡേ ഡ്രീംസിൽ കാണാം.